എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒടുവിൽ നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. എന്താണ് ആ തീരുമാനം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലിലേക്ക് പോകാം. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 അപൂർവ ജീവികളുടെ ചിത്രമാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജീവിയുടെ ചിത്രം തിരഞ്ഞെടുക്കുക. അത്തരത്തിൽ നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ ജീവിയുടെ ചിത്രമാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത്. ഈ ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ആണ് പറയുന്നത്. ഒരുപാട് തവണകളിൽ, ഒരുപാട് സാഹചര്യങ്ങളിൽ ആ വ്യക്തിയുടെ മനസ്സിലെ പല തീരുമാനങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല. നിങ്ങളെ നഖശികാന്തം ഓരോ കാര്യത്തിലും ആ വ്യക്തി എതിർക്കുകയായിരുന്നു. ആ വ്യക്തി ഒരു മുൻധാരണയോടെ, അല്ലെങ്കിൽ ആ വ്യക്തി വിശ്വസിച്ചിരുന്ന ചില കാര്യങ്ങളെ ഒട്ടും വഴക്കമില്ലാത്ത രീതിയിൽ പിന്താങ്ങുകയായിരുന്നു. ഒരുപാട് ആളുകൾ ആ വ്യക്തിയോട് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു. നിങ്ങൾ തന്നെ നിങ്ങളുടെ വ്യക്തിയോട് ഒരുപാട് സംസാരിച്ചു. എന്നിട്ടും ആ വ്യക്തി എടുത്ത നിലപാടിൽ നിന്നും മുമ്പൊന്നും, അല്ലെങ്കിൽ തൊട്ട് മുമ്പ് വരെ പിന്മാറാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു. ആ വ്യക്തി എത്ര ചിന്തിച്ചിട്ടും എത്ര തീരുമാനിച്ചിട്ടും എടുത്ത നിലപാടിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാൻ തയ്യാറല്ലായിരുന്നു. ആർക്കും അപ്രോച്ച് ചെയ്യാൻ കഴിയാത്ത, നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാത്ത, നിങ്ങളെത്ര പറഞ്ഞാലും പരിഗണിക്കാത്തൊരു നിലയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി അതിൽ നിന്നെല്ലാം പിന്മാറിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി വളരെ സംശുദ്ധമായിട്ട് നിങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഒട്ടും വിചാരിച്ചില്ല. ആ വ്യക്തി എടുത്ത ചില നിലപാടുകൾ മൂലം ആ വ്യക്തി എടുത്ത തീരുമാനത്തിൽ നിന്ന് അല്പം പോലും പിന്നോട്ട് പോകാതെ പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചില വ്യത്യാസങ്ങളുണ്ടായിരിക്കുന്നു. ആ വ്യക്തി ഏതൊരു കാര്യത്തിനാണോ നിങ്ങളുമായിട്ട് വൈരുദ്ധ്യമായ നിലപാട് സ്വീകരിച്ചത്, ആ നിലപാടിൽ അയവ് വരുത്തുന്നു, നിങ്ങളിലേക്ക് എത്തുന്നു. ഒരിക്കൽ പോലും നിങ്ങളെ അംഗീകരിക്കില്ല. ഒരിക്കൽ പോലും ആ വ്യക്തിയുടെ മനസ്സ് മാറില്ല. ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും എടുക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നും ഇപ്പോൾ തീരുമാനം മാറ്റിയിരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ വിശ്വസിച്ചില്ല ഈ വ്യക്തിയുടെ മനസ്സിലെ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്വഭാവത്തിലെ ഈ തീരുമാനം മാറ്റാൻ കഴിയുമെന്ന്. ഒരിക്കൽ പോലും ഈ തീരുമാനം മാറ്റി ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ശക്തി കേട്ടതുപോലെ ആ വ്യക്തി ആ തീരുമാനം മാറ്റുകയാണ്. നിങ്ങൾക്ക് അനുകൂലമായൊരു നിലപാടിലേക്ക് ആ വ്യക്തി എത്തുകയാണ്. ഇത് വളരെ അപൂർവമായി സംഭവിക്കുന്നതാണ്. നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ശക്തി എത്തി അത് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അവസാനം ആ വ്യക്തി നിലപാട് മാറ്റിയത് നിങ്ങളുടെ ഒരു ഭാഗ്യമാണ്. അത് നിങ്ങൾക്കൊരുപാട് ഐശ്വര്യവും ക്ഷേമവും എത്തിച്ച് നൽകും. നമുക്കിനി രണ്ടാമത്തെ ഫയലിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി തൻ്റെ നിലപാട് മാറ്റിയൊരു വ്യക്തിയാണ് കാണുന്നത്. തനിക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി മാറ്റിയിരിക്കുന്നു. ആ വ്യക്തിക്കറിയാം തൻ്റെ ജീവിതത്തിനെ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ കാര്യം തൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതോടുകൂടി തൻ്റെ അസ്തിത്വവും തൻ്റെ അഭിമാനവും ഒക്കെ നഷ്ടപ്പെടുമെന്നറിയാം. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി അത് മാറ്റിയിരിക്കുകയാണ്. ഇതുവരെ ആ വ്യക്തി ബലം പിടിച്ചിരുന്ന, അല്ലെങ്കിൽ പിടിച്ചു നിന്നിരുന്ന തൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി തീർത്തും നിങ്ങൾക്ക് അനുകൂലമായൊരു രീതിയിലേക്ക് ആ വ്യക്തി എത്തിയിരിക്കുന്നു. ആ വ്യക്തിക്ക് ഇനി മുന്നും പിന്നും നോക്കാനില്ല. ആ വ്യക്തിക്ക് ഇനി കാര്യമായ മറ്റൊരു രീതിയും അവലംബിക്കാനുമില്ല. എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനും സ്നേഹത്തിനും വേണ്ടി ആ വ്യക്തി മാറ്റിയിരിക്കുന്നു. അത് ആ വ്യക്തി ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളെന്തോരം ആ വ്യക്തി ഉപദ്രവിച്ചപ്പോൾ, നിങ്ങൾക്ക് ദേഷ്യം വന്നപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പലതും ചെയ്തിട്ടുണ്ടാകാം, ഉപദ്രവിച്ചിട്ടുണ്ടാവാം, മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ വ്യക്തി ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെന്താണോ ആ വ്യക്തിയോട് ആവശ്യപ്പെടുന്നത് അത് നൽകുകയാണ്. നിങ്ങൾ പലപ്പോഴും ആ വ്യക്തിക്ക് തിരിച്ചു നൽകിയത് വിഷമങ്ങളും ദുഃഖങ്ങളുമാണ്. ആ ദുഃഖങ്ങൾ നൽകിയിട്ടും ആ വ്യക്തി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പലപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ വ്യക്തിയെ നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾക്ക് ഒട്ടും വേണ്ട,
ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് നിൽക്കാനൊന്നും നിങ്ങൾ തയ്യാറാകില്ല എന്ന് പറഞ്ഞ സമയമുണ്ട്. പക്ഷേ ആ വ്യക്തി അതൊന്നും നോക്കിയില്ല. നിങ്ങൾക്ക് വേണ്ടി മാത്രം. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് വീഴ്ചകൾ ഉണ്ടായപ്പോഴും ആ വ്യക്തി അതൊന്നും ശ്രദ്ധിച്ചില്ല. ആ വ്യക്തിക്കറിയാം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എത്ര വേദനകൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ സമ്മാനിച്ചാലും ഞാനതൊന്നും പ്രശ്നമാക്കില്ല. അവരിടിച്ചോട്ടെ, അവർ ചീത്ത പറഞ്ഞോട്ടെ, അവർ ഉപദ്രവിച്ചോട്ടെ, അവർ ഇഷ്ടമല്ലെന്ന് പറഞ്ഞോട്ടെ, എങ്കിലും ഞാൻ എൻ്റെ വ്യക്തികളെ സ്നേഹിക്കും, എൻ്റെ വ്യക്തികളെ ഇഷ്ടപ്പെടും. അതിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറില്ല. ആ വ്യക്തിയുടെ തീരുമാനം ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ചില്ല ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം എടുക്കുന്നു. കാരണം നിങ്ങൾ ആ വ്യക്തിയെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. ആ വ്യക്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം നൽകി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ജീവിതം നൽകി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നൽകി. നിങ്ങളിൽ നിന്ന് ഉപദ്രവം ഉണ്ടായപ്പോഴും അതൊന്നും നോക്കാതെ നിങ്ങളെ സ്നേഹിച്ചു. ഇപ്പോൾ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു തീരുമാനം, ആ വ്യക്തിക്ക് നിങ്ങളെ അല്ലാതെ മറ്റാരെയും ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ തീരുമാനവും നിങ്ങൾക്ക് അനുകൂലം. ഇനി നിങ്ങളും ആ വ്യക്തിയും വലിയൊരു സമൃദ്ധിയിലേക്ക് എത്തുകയാണ്. നിങ്ങളും ആ വ്യക്തിയും വലിയൊരു മുന്നേറ്റത്തിലേക്ക് എത്തുകയാണ്. നിങ്ങൾക്കിനൊന്നും നോക്കാനില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല. ആ വ്യക്തിയുടെ സംരക്ഷണവും ആ വ്യക്തിയുടെ സ്നേഹവും കൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകും. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ഒരിക്കലും നിങ്ങളാരും ആ വ്യക്തിയെ സ്നേഹിച്ചില്ലെങ്കിലും നിങ്ങളുടെ സെലക്ഷനുകളിലോ നിങ്ങളുടെ ഇഷ്ടങ്ങളിലോ ഒന്നും ആ വ്യക്തി ഉണ്ടായില്ല. എന്നിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടം. അതാണ് ആ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിച്ച ആ വ്യക്തിയിൽ നിന്ന് ഒരു ദയാദാക്ഷിണ്യവും നിങ്ങൾക്ക് അർഹത ഉണ്ടായിരുന്നില്ല. കാരണം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടില്ല. ആ വ്യക്തിയെ സ്നേഹിച്ചവരിൽ നിന്ന് പോലും, ആ വ്യക്തിയുടേതാണെന്ന് പറഞ്ഞ ആളുകൾ പോലും ആ സമയത്ത് ആ വ്യക്തിയെ മനസ്സിന് വിഷമിപ്പിച്ചു. എന്തിനു വേണ്ടി? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ ആ വ്യക്തിയെ വിഷമിപ്പിച്ചത്, ദുഃഖിപ്പിച്ചത്. പക്ഷേ ആ വ്യക്തി അതൊന്നും ദേഷ്യം നിങ്ങളോട് കാണിക്കാതെ നിങ്ങളെ സ്നേഹിച്ചു. അത് നിങ്ങൾക്കും ഗുണമുണ്ടാകുന്നു, ആ വ്യക്തിക്കും ഗുണമുണ്ടാകുന്നു. നിങ്ങളും ആ വ്യക്തിയും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. ഇനിയും ആ വ്യക്തി നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് നൽകുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാത്രമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ വ്യക്തി നൽകുന്നു. നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ സംസാരിച്ചത് അവർ ഒന്നും നിങ്ങൾക്കൊരു സഹായവും ചെയ്തില്ല. പക്ഷെ ആ വ്യക്തി നിങ്ങളെ സഹായിക്കുകയാണ്, നിങ്ങളെ സ്നേഹിക്കുകയാണ്, നിങ്ങളോടൊപ്പം നിൽക്കുകയാണ്. നാം ഇന്ന് നോക്കിയത് 2 പൈലുകളാണ്. ഈ 2 പൈലുകളിലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ കണ്ടത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.